ഹായ് എവരിവൺ, എല്ലാവർക്കും പോസ്റ്റ് മാർക്കറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 30, ഇന്ന് എക്സ്പയറി ആയിരുന്നു, മന്ത്ലി എക്സ്പയറി ആയിരുന്നു. എന്താണ് മാർക്കറ്റിൽ ഇന്ന് ബിഹേവ് ചെയ്തത്, നാളെ എന്തായിരിക്കും മാർക്കറ്റിൽ, എങ്ങനെയാണ്, ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്ന് നമുക്കിന്ന് നോക്കാം. ഓക്കെ, നേരെ നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് പ്ലസ് ഒരു സ്ലൈറ്റ് ഒരു 20-30 പോയിന്റ്സ് ഒരു ചെറിയൊരു അപ്പിഷിലാണ് അല്ലെങ്കിൽ ഗ്രീൻ നോട്ടിലാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത പാടെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഒരു റെഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ലിങ്ങിനെയും തിരിച്ച് മാർക്കറ്റ് താഴോട്ട് വരുന്നതാണ് കണ്ടത്. ഓക്കെ, പിന്നെ മാർക്കറ്റ് ആ ഒരു റേഞ്ച് തന്നെ ആ 24,000 താഴെ അല്ലെങ്കിൽ 23,900 മുകൾ ഓൾമോസ്റ്റ് ഒരു 100 പോയിന്റ്സിന്റെ ഉള്ളിൽ തന്നെ ട്രേഡ് ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ മെജോറിറ്റി ടൈമിലും കണ്ടത്. അപ്പം അവിടെ തന്നെ മാർക്കറ്റ് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് അവിടെ നിന്ന് ലാസ്റ്റ് 1 ഹവറിന്റെ ഉള്ളിൽ ഒന്ന് താഴോട്ട് വന്ന് നമ്മൾ ഇന്നലത്തെ പറഞ്ഞ ആ ഒരു റേഞ്ചിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറുന്നതാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പം കറന്റ്ലി ഈ ഒരു സപ്പോർട്ട് നല്ല രീതിയിൽ വർക്ക് ആകുന്നതാണ്. ഓൾമോസ്റ്റ് 23,800 അല്ലെങ്കിൽ 840 820 ആണ് ഇന്ന് മാർക്കറ്റിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് ഒരു 100 പോയിന്റ്സ് മാർക്കറ്റ് മേലെ പോയി ക്ലോസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ കറന്റ്ലി മാർക്കറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്ന നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിലേക്കായിരിക്കും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരാനുള്ള ചാൻസസ് ഉള്ളത്. ഓൾമോസ്റ്റ് 24,000 മുകളിൽ 24,050 ഇല്ലെങ്കിൽ 50ന്റെ മുകളിലായിരിക്കും ഒരു ഓപ്പണിംഗ് വരാൻ സാധ്യതയുള്ളത്. അപ്പം എപ്പോഴും ഓൾമോസ്റ്റ് മന്ത്ലി എക്സ്പയറിക്ക് കഴിഞ്ഞ് അടുത്ത ദിവസം ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഓപ്പണിംഗ് ആയിരിക്കും മാർക്കറ്റിൽ വരാനുള്ളത്. അപ്പോൾ നാളെ മേ ബി 24,050ന്റെ മുകളിലായിരിക്കും ഒരു ഓപ്പണിംഗ് വരാനുള്ള സാധ്യത ഉണ്ടാകുക. ആണെങ്കിൽ നമുക്ക് ഈ ഒരു കറന്റ്ലി ഉള്ള ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ 24,200 ആണ് നിയർ ബൈ ഉള്ള റെസിസ്റ്റൻസ് ലെവൽ. മാർക്കറ്റ് മേലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും കറന്റ്ലി നിയർ ബൈ ആക്ട് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറന്റ്ലി വി ഹാവ് അനദർ റെസിസ്റ്റൻസ് ലെവൽ അറ്റ് 24,500. ലാസ്റ്റ് വീക്ക് നമ്മൾ സംസാരിച്ചിട്ടും പക്ഷെ അവിടം വരെ മാർക്കറ്റ് മൂവ് ചെയ്യാതെ റേഞ്ചിൽ നിന്ന് താഴെ വരികയാണ് ചെയ്തത്. അപ്പം ഈ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വിത്തിൻ 1 വീക്ക് കൊണ്ട് സാധ്യത ഉണ്ടാകാം. അപ്പോൾ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് പുതിയ ഹൈസിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കമ്മിങ് ഹിയർ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഓൾമോസ്റ്റ് മാർക്കറ്റ് ഇന്ന് വളരെ വളരെ ഫ്ലാറ്റ് രീതിയിലാണ് ട്രേഡ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു റേഞ്ച് ബോണ്ടിലാണ് ഇന്ന് മാർക്കറ്റ് ട്രേഡ് ചെയ്തത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെ ഓൾമോസ്റ്റ് 58,000 അല്ലെങ്കിൽ 50,600 ഒരു 400 പോയിന്റ്സിന്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റിലാണ് ഇന്ന് മെജോറിറ്റി ടൈമിലും ട്രേഡ് ചെയ്യുക. ഓൾമോസ്റ്റ് വളരെ ഫ്ലാറ്റ് ആയ ട്രേഡിംഗ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടത്. അപ്പം ഓൾമോസ്റ്റ് ഇവിടെ നിന്നും മാർക്കറ്റ് ഒരു ടുവേർഡ്സ് 58,700 ആണ് നിയർ ബൈ റെസിസ്റ്റൻസ് ലെവൽ ആൻഡ് സപ്പോർട്ട് 57,000 ആണ് നിയർ ബൈ ഉള്ള സപ്പോർട്ട് ആയിട്ടുള്ളത്. അപ്പോൾ കറന്റ്ലി ഈ ഒരു റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സ്പേസ് നല്ല രീതിയിലുണ്ട്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരാനുള്ള ഇതിലും ചാൻസസ് ഉണ്ട്. ദെൻ കമ്മിങ് ഹിയർ മിഡ് ഗ്യാപ്പിലേക്ക് വരുന്ന സമയത്ത് മിഡ് ഗ്യാപ്പിൽ നമ്മൾ ഇന്നലെ സംസാരിച്ച പോലെ ഓരോ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റും കാണാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയായിരുന്നു. അപ്പോൾ ഇന്നലെ കാണാൻ പറ്റും, ഇന്നലെ എൻഡ് ചെയ്തത് ഈ ഒരു റേഞ്ചിലാണ്. ഇന്നലെ എൻഡ് ചെയ്ത് സപ്പോർട്ട് എടുത്ത് കയറിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് പിന്നെയും തിരിച്ച് അപ്പ് ഡയറക്ഷനിലേക്കാണ് ഇന്ന് നിഫ്റ്റി മിഡ് ഗ്യാപ്പ് മൂവ് ചെയ്തത്. അപ്പം നിഫ്റ്റി മിഡ് ഗ്യാപ്പിൽ നിയർ ബൈ ഉള്ള റെസിസ്റ്റൻസ് ലെവൽ പ്രീവിയസ്ലി നമ്മൾ ഇന്നലെ വരച്ച ആ ഒരു ലെവൽ തന്നെയാണ് 22,950 എന്ന് പറഞ്ഞൊരു റെസിസ്റ്റൻസ് ലെവൽ തന്നെയാണ് നിയർ ബൈ ഉള്ള റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത്. അതേപോലെ സ്മോൾ ക്യാപ്പിലും ഇന്നലെ ആ ഒരു ഏരിയയിൽ റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്തിരുന്നു. അതേപോലെ മാർക്കറ്റ് ഇന്നും അതിന്റെ കണ്ടിന്യൂഷൻ ആണ്, ടുവേർഡ്സ് അപ്സൈഡ് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, കറന്റ്ലി മാർക്കറ്റിൽ ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ഫീൽ ചെയ്യുന്നത് 18,000 ആണ്. ഓക്കെ, 15 മിനിറ്റ് ക്യാൻഡിലിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതൊരു ലെവൽ, ഈ ഒരു ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ഇന്ന് പെർഫോം ചെയ്ത ഇല്ലെങ്കിൽ മേജർ മൂവ്മെന്റ്സ് നടത്തിയ സെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒന്ന് നിഫ്റ്റി ഡിഫൻസ് ആണ്. നിഫ്റ്റി ഡിഫൻസിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് നല്ല ബുള്ളിഷ്നെസ് കാണിച്ചു. പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ മേലോട്ട് ക്ലോസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് നിഫ്റ്റി ഡിഫൻസിന്. അതേപോലെ ഇന്ന് മേജർ ഡ്രാഗർ ഇന്ന് മാർക്കറ്റ് മേലോട്ട് മൂവ് ചെയ്യാൻ തീരെ സാധിക്കാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ IT ഇൻഡെക്സ് ആണ്. IT-യിൽ ഇന്ന് ഓൾമോസ്റ്റ് 2.7% ആണ് ഇന്ന് ഡ്രോപ്പ് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത പാടെ ഒരു ഓൾമോസ്റ്റ് ഒരു 2%ഓളം മാർക്കറ്റ് ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് കൺസോളിഡേറ്റ് ചെയ്യാണ് കണ്ടത്. അപ്പം മേജർ IT സെക്ടറാണ് ഇന്ന് നിഫ്റ്റീനെ മാർക്കറ്റ് മേലോട്ട് മൂവ് ചെയ്യിപ്പിക്കാതെ അവിടെ പിടിച്ചു നിർത്തിയത്. അപ്പം ബാങ്ക് നിഫ്റ്റി ഇന്ന് മൂവ് ചെയ്തില്ല വലുതായിട്ട്. നിഫ്റ്റി മേലോട്ട് മൂവ് ചെയ്യാത്തതിൻ്റെ മേജർ കാരണം IT ആണ്. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് മൂവ് ചെയ്തെങ്കിലും IT മൂവ് ചെയ്യാത്തതുകൊണ്ട്, IT ഇല്ലെങ്കിൽ ഡ്രോപ്പ് വന്നുകൊണ്ട് ഡ്രോപ്പ് വന്നുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ ഒരു നെഗറ്റീവ് എൻഡാണ്, റെഡ് നോട്ടിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈവൻ ക്രൂഡ് ഓയിൽ നോക്കുവാണെങ്കിൽ, ബ്രന്റ് ക്രൂഡ് നോക്കുവാണെങ്കിൽ ഒരു ഡ്രോപ്പാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നത്. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ഏരിയയിൽ തന്നെ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. അതേപോലെ നമുക്ക് INR USD കറൻസി നോക്കുവാണെങ്കിലും അതും ഒരു ഡ്രോപ്പിലാണ്. 97 എത്തിയായിരുന്നു, ഡിപ്രീഷിയേറ്റ് ചെയ്ത അവിടെ നിന്ന് ഇന്ത്യൻ കറൻസി സ്ട്രെങ്തൻ ചെയ്ത് വരുന്നുണ്ട്. 94 ആണ് ഇപ്പോഴത്തെ കറന്റ് ട്രേഡിംഗ് റുപ്പീസിന്റെ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ കറന്റ്ലി മാർക്കറ്റിൽ നാളെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആൻഡ് ടുവേർഡ്സ് അപ്സൈഡിലേക്ക് ഒരു മൊമെന്റം ടുവേർഡ്സ് 24,200 മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടം വരെ ആ ഒരു റെസിസ്റ്റൻസ് കടന്ന് മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കറന്റ് നിഫ്റ്റിയിൽ ഞാൻ കാണുന്നത്. ഓക്കെ, താങ്ക് യു.